കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നിലവിലെ എംപി എൻ.കെ. പ്രേമചന്ദ്രന്റെ ആർഎസ്എസ് ബന്ധമാണ് സിപിഎമ്മിന്റെ പ്രധാന പ്രചാരണായുധം. എന്നാൽ യുഡിഎഫ് ആകട്ടെ വികസന വിഷയങ്ങൾ ഉന്നയിച്ച് ഇത് പരമാവധി ചെറുക്കാനുള്ള ശ്രമത്തിലാണ്. ബിജെപി ജില്ലാ നേതാക്കളാകട്ടെ സ്വന്തം നില പരിങ്ങലിലാകാതിരിക്കാനുള്ള ശ്രമത്തിലുമാണ്. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ മൂന്ന് മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് നിലപാട് വെളിവാക്കാനാണ് ഇന്നലെ പ്രസ് ക്ലബ്ബ് മീറ്റ് ദ പ്രസ് വിളിച്ചുകൂട്ടിയത്. വികസനവും കൊല്ലം ബൈപ്പാസും കശുവണ്ടിയുമൊക്കെ ഉയർന്നു വന്നെങ്കിലും സംവാദത്തിന്റെ കേന്ദ്രബിന്ദു പ്രേമചന്ദ്രന്റെ ആർഎസ്എസ് ബന്ധത്തിലൊതുങ്ങി. ജനുവരി 15 3 ജില്ലയിലെ ബിജെപിയുടെ സമ്മേളനത്തിൽ 5 മണിക്ക് കന്റോൺമെന്റ് പീരങ്കി മൈതാനത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന ആ സന്ദർഭം മനസ്സിലാക്കി കൊല്ലത്തിൻ്റെ സിറ്റിംഗ് എംപി കേന്ദ്ര ഉപരിജല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് ഒരു കത്ത് കൊടുത്തുകൊണ്ട് അതിൻ്റെ 1 മണിക്കൂർ സമയത്തിന് മുമ്പ് ആശ്രാമം മൈതാനത്ത് വെച്ച് ആ പരിപാടി നടത്തുകയാണ്. സിപിഎം ഭരിക്കവേ പ്രോട്ടോകോൾ ലംഘിച്ച് പ്രേമചന്ദ്രൻ എങ്ങനെ ഇക്കാര്യം നടപ്പാക്കുമെന്നാണ് യുഡിഎഫിന്റെ മറുചോദ്യം. നരേന്ദ്രമോദിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണമെന്ന് പ്രേമചന്ദ്രൻ ഒരു കത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കോപ്പി ഹാജരാക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അതേസമയം തങ്ങളുടെ വോട്ട് കുറയ്ക്കാൻ യുഡിഎഫും വോട്ട് കൂടാൻ സിപിഎമ്മും ആഗ്രഹിക്കുകയാണെന്ന് ബിജെപി നേതാവ് അഡ്വക്കേറ്റ് ഗോപിനാഥ് പറഞ്ഞു. ചുരുക്കത്തിൽ കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് ചർച്ച ഇപ്പോഴും എൻ.കെ. പ്രേമചന്ദ്രന്റെ രാഷ്ട്രീയത്തിൽ മാത്രമായി ഒതുങ്ങുകയാണ്. ശ്യാമാർ ബാബു, മീഡിയ 1, കൊല്ലം.